ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 79 ശ്ലോകം 7, 8, 9. ക്വനു ഗമിഷ്യസി ചന്ദ്രമുഖീതി താം സരസമേത്യ കരേണ ഹരൻ ക്ഷണ സമധിരോപ്യ രഥം ത്വമപാകൃതാ ഭുവി തതോ വിതതോ നിനദോ ദ്വിഷാം. ക്വനു ഗതഃ പശുപാലയിതി ക്രുധാ കൃതരണായധുഭിശ്ച ജിതാ നൃപാഃ. നതു ഭവാനുത ചാല്യത തൈരവോപി ശുനകൈരിവ കേസരീം. തദനു രുക്മിണമാഗതമാഹവേ വധമുപേക്ഷ്യ നിബധ്യ വിരൂപയൻ ഹൃതമദം പരിമുച്യ ബലോക്തിഭിഃ പുരമയാ രമയാ സഹ കാന്തയാ. ക്വനു ഗമിഷ്യസി ചന്ദ്രമുഖി ഇതി താം സരസം ഏത്യ കരേണ ഹരൻ ക്ഷണാത് സമധിരോപ്യ രഥം ത്വം അപാഹൃതാ ഭുവി തതഃ വിതതഃ നിനദഃ ദ്വിഷാം. ക്വ नु ഗതഃ പശുപാല ഇതി ക്രുധാ കൃതരണാ യദുഭിഃ ച ജിതാഃ നൃപാഃ. ന തു ഭവാൻ ഉദചാല്യത തൈഃ അഹോ പിശുനകൈഃ ശുനകൈഃ ഇവ കേസരി. തദനു രുക്മിണം ആഗതം ആഹവേ വധം ഉപേക്ഷ്യ നിബധ്യ വിരൂപയൻ ഹൃത മദം പരിമുച്യ ബല ഉക്തിഭിഃ പുരം അയാഹ രമയാ സഹ കാന്തയാ. പദങ്ങൾ. ഹരേ കൃഷ്ണ. ആറാമത് ശ്ലോകത്തില് നമ്മൾ പാത്തു ഭഗവാൻ அந்த രുക്മിണി ദേവിയെ பார்த்து கிருஷ்ணர் கூடி ஒரு நிமிஷம் மயங்கி போயிட்டாருன்னு சொன்ன. அப்படிയുള്ള அந்த രുക്മിണിയ തന്നോട് രഥത്തിലെ ഏത്തറതാക്കും. 7ാമത് ശ്ലോകം. ചന്ദ്രമുഖി ക്വനു ഗമിഷ്യസി. അപ്പൊ രുക്മിണി ദേവി ചൊല്ലിരിക്കാൻ കോവില്ലെന്ന് പറ സമയത്തില് എന്നെ രാക്ഷസ വിധി പ്രകാരം നിങ്ങൾ കൂട്ടിന്ത് പോണം அப்படின்னு சொல்லியிருக்கா. அதே மாதிரி இங்க வர சமயத்துல ருக்மிணியா ஏறலையா ഭഗവാൻ പിടിച്ചേക്കറാരാ. അപ്പോ കേക്കറാളാം ചന്ദ്രമുഖി, ഹേ ചന്ദ്രമുഖി, ചന്ദ്രന മാതിരി അത്ര ശീതളിമയാന മുഖം, അത്ര അഴഹാന മുഖത്തോടു കൂടിന ഹേ ദേവി കൊനു ഗമിഷ്യസി, നീ എങ്ക പോറായി. ഇത് സരസം ഏത്യ, அப்படி ரொம்ப சரசமா, இப்படி ரொம்ப சரசமா, ரொம்ப ஜோவியலா കിട്ടക പോയി. ത്വം ക്ഷണാത് താം കരേണ ഹരൻ, വേഗം ഫാസ്റ്റാ ഉള്ളൊരു ഇതാക്കിന്ത് പോറത് തട്ടിന്ത് പോറതെന്നെല്ലാം ചൊല്ലാത്ത എപ്പടിയായിരിക്കണം, ரொம்ப സ്പീഡാ ഇരിക്കണം, ആരും നനച്ചിരിക്കാത്തൊരു ഇതാക്കും. திடீர்னு வந்து கையை பிடிச்சு அந்த தேரில ஏத்திக்கிறார். ரதம் சமதிரோப்பிய அபாஹ்ருதாக, அந்த தேரில ஏத்திந்து அப்படியே தேர ஸ்பீடுல விடுறா. ததஹ த்விஷாம் நினதஹ புவி விததஹ. அப்போ அங்க பாக்கி இருந்த எல்லா രാജാക്കന്മാരും വന്നിരിക്കാം. അവൾക്കെല്ലാം കൃഷ്ണരുടെ പലർക്കും ശത്രുതാഭാവമാക്കും. அவளுக்கெல்லாம் அப்படியே கோபம் வந்து அவ சத்தம் போட்டு அவளோட சத்தத்துல அங்க அவ அப்படியே எல்லா இடத்துலயும் பொடி பறக்கிறது. எல்லாരും எப்படி பேசி വന്നപ്പോ മൂവ് പണ്ണത്തെ പിന്നെ അത്രയും നേരം എല്ലാരും ആകാംക്ഷയാ அந்த രുക്മിണിയെ പാത്തുന്നിരിക്കാളാം സകല രാജാക്കന്മാര്. இந்த கிருஷ்ணர் வந்து പിടിച്ച് തന്നോട് രഥത്തിലെത്തി കൊണ്ടുപോകുന്നതും എല്ലാരും അങ്ങ് ചത്തം പോടുക. പശുപാലക കുനുഗതഃ, அந்த பசுபாலன் சிசுபாலனுக்கு வச்சிருந்த രുക്മിണിയ പശുപാലൻ കൊണ്ടുപോയിരിക്കാൻ, മാട്ടിടയൻ, പശുവ പരിപാലിക്കപ്പെട്ട കൃഷ്ണൻ കൊനുഗതഃ എങ്ക പോനാൻ
ഇതി ക്രുധാ കൃതരണ നിർവാഹ. അപ്പടി ചത്തം പൊട്ടുന്നത് കോപത്തോട് വരുന്ന அந்த രാജാക്കന്മാര് യദുബിഹി ജിതാഹാച്ച. ബലഭദ്രനും മറ്റ് യാദവന്മാരെല്ലാം കൂട്ടിന്ന് വന്നിരിക്കാർ. ബലഭദ്രൻ അവളെല്ലാം വെളിയിലെ ഔട്ടർ സർക്കിളില് നിർത്തിയിട്ട് ബലരാമൻ മാത്രം ഉള്ള വന്നിരിക്ക. എല്ലാരും യുദ്ധം പണ്ണറ. ഭഗവാൻ തു ശുനകൈഹി കേസരി ഇവ. ഭഗവാൻ എന്നെ പണ്ണറാൻ നായ്ക്ക് വെച്ചിരുന്നത് സിംഹം എടുത്തത് പോലെ. അതാണത് ഒരു ഇത് ഭക്ഷ്യസാധനം ചാപ്പടക്കൂടിന് ഒരു സാമാനത്തെ നായക്ക് വെച്ചിരുന്നത് സിംഹം വന്നെടുത്തത് പോന മാതിരി രുക്മിണി ദേവി തന്നോട് സന്ദേശത്തില് ചൊല്ലിരിപ്പ. നിങ്ങൾ സിംഹം മാതിരി വന്നെന്നെ കൂട്ടിന്ത് പോണം. ഇത് ശിശുപാലനാകപ്പെട്ട ശ്വാക്ക് കൊടുക്കായിക്ക് നിങ്ങൾ എടുത്തത് പോണം அப்படின்னு ചൊല്ലിരിപ്പ. അതേമാതിരി എങ്ക സിംഹத்துக்கு சிங்கம் மாதிரி வந்து பகவான் அந்த ருக்மிணி தேவியை எடுத்து போறா. பிஷுனகைஹி அதஹ ന ഉദചാല്യത. അഹോ, ദുഷ്ടന്മാരാണ് அந்த രാജാക്കന്മാർക്ക് ഒന്നും പണ്ണ മുടിയല്ലേ. എന്താ പിടിച്ചാച്ച് രഥത്തിലേത്തിയാച്ച് രഥം അപ്പടിയെ പറന്നു പോയാച്ച്. വല്ല എന്നാവ് പണ്ടനം നനയ്ക്കത്തുള്ള രഥം എങ്കയോ പോയാച്ച്. അത്ര ഫാസ്റ്റാ അത് മൂവായാച്ച്. പിന്നാടി ബലരാമൻ ഇരിക്കാർ. ബലരാമൻ ചെന്ന് ആർക്കെല്ലാം യുദ്ധം വേണമോ വാങ്ങോ യുദ്ധത്തിക്ക്, ആർക്കെല്ലാം കല്യാണ ചാപ്പാട് വേണമോ നേരെ വാങ്ങോ. കൃഷ്ണരോടും രുക്മിണിയോടും കല്യാണം കഴിഞ്ഞ് കല്യാണ ചാപ്പാട് കിടക്കും അപ്പടിയെന്ന്. അതുക്കപ്പുറം യുദ്ധം നടക്കരുത്. തതനു ആഹവേ ആഗതം രുക്മിണം വധം ഉപേക്ഷ. ഗംഭീരமான യുദ്ധം നടക്കരുത്. രുക്മിയ പിടിക്കർത്തെ വധം ഉപേക്ഷ. രുക്മിണി ദേവി കൃഷ്ണരോട് കാലില വേണ്ടിയിട്ട് ചൊല്ലുക, എന്നോട് അണ്ണാവാക്കാം. എത്രയെല്ലാം ആനാലും വന്ന് അണ്ണാങ്കറ പാശം വിട്ടു പോകാതില്ല, എന്നോട് അണ്ണാവാക്കും. എന്നാ ഹത്യാക്കും അല്ലാതെങ്കോ അപ്പടിയെന്ന് ചൊല്ലുക. ഉടനെ നിബദ്ധ്യ വിരൂപയൻ. എന്താ രുക്മി വേറെ അങ്ങ് ചൊല്ലിയിട്ട് വന്നിരിപ്പൻ. ഞാൻ ഇപ്പതാ പോയി കൃഷ്ണനെ ജയിച്ച് രുക്മിണിയും കൂട്ടിന്താ തിരുമ്പി വന്ന് ശിശുപാലനക്ക് കൊടുപ്പേൻ. அப்படி வர முடியலையானா நான் இந்த குண்டினத்துல ஏற மாட்டேன், வெளியிலேயே தாமசிப்பேன் அப்படின்னு சொல்லியிருப்பேன். அப்ப இங்க கிருஷ்ணர் என்ன செய்யறாருன்னா നിബദ്ധ്യ വധം ഉപേക്ഷ. കൊല്ലല് രുക്മിണി ദേവി കേട്ടത്. നിബദ്ധ്യ വിരൂപയൻ. പിടിച്ചു കെട്ടിയിട്ട് താടി തലമുടി എല്ലാം അങ്കങ്ക കൊഞ്ചം കൊഞ്ചം ഷേവ് പള്ളി വിട്ടുവിടുവർ. തന്നോട് വാള് ഒരുക്ക. ഒരു രാജ അല്ലാട്ട ഒരു ക്ഷത്രിയൻ തന്നോട് വാള ഊരി അയച്ചാണ്. അത് വാള തിരിപ്പി വെറുമനെ ഉള്ള പുറപ്പെടാതെ എന്നൊക്കെ നിയമം. അപ്പൊ എടുത്തയച്ച വാള് അപ്പൊ അതെടുത്ത് അങ്കങ്ക ക്ഷവരം പണി വിട്ടുവിടുവർ. ഹൃതമതം ബലോക്തിഭിഹി പരിമുച്യ. അപ്പൊ അപ്പടി വിരൂപനാക്കിനപ്പോ രുക്മിണിയോട് അഹങ്കാരമെല്ലാം നശിച്ചത്. ഉടനെ ബലരാമർ വരുവർ. ബലരാമർ വന്ന് ഗംഭീരമാ ഉപദേശം പണ്ണുവർ. ഹേ കൃഷ്ണ, നീ ഇപ്പടിയെല്ലാം ചെയ്യലാമാ. ഒന്നുമില്ലാട്ടോ എന്നോട് പൊണ്ടാട്ടിയോട് അണ്ണ അല്ലുവാ, മച്ചിനല്ലുവാ, അപ്പടിയുള്ളവാളുടെ ഇപ്പടിയെല്ലാം നീ ചെയ്യലാമാ, தப்பாக்கும் அப்படின்னு எல்லாம் சொல்லி அந்த புதுசா வந்திருக்கு அந்த பொண்ணுக்கு மனசு எப்படி கஷ்டமா இருக்கும், இதெல்லாம் நீ செய்யப்படாது அப்படின்னு எல்லாம் சொல்ல. இதே பலராമൻ മഞ്ഞനാ കഴിഞ്ഞിട്ട് രുക്മിയെ വധം பண்ணப்பட்டு ബലരാമനാക്ക് பார்க்கலாம் நம்மளுக்கு. அப்படியெல்லாம் சொல்லி விட்டுடுறார் திருப்பி. രമയാ കാന്തയാ സഹാപുരം അയാഹ. அதுக்கப்புறம் രുക്മിണി വല്ലഭനാக கிருஷ்ணருக்கு துவாரகாபுரிக்கு போகிறார். ஹரே கிருஷ்ண.